അപ്പൊ ഇന്ന് നമ്മളൊരു ചലഞ്ചാണ് ചെയ്യാൻ പോകുന്നത്. എന്താണ് ചലഞ്ച്? അത് നോർമൽ ചലഞ്ച്, ടീം വേഴ്സസ് ടീമാണ്. ടീമായിട്ട് കളിക്കേണ്ട ഒരു ചാലഞ്ച്. ടീം വേഴ്സസ് ടീമാ. 2 vs 2 അതാണ് അവ ഉദ്ദേശിച്ചത്. നോർമലി കളർ ഞങ്ങൾ നോക്കിയിട്ടായിരിക്കും ടീം സെലക്ട് ചെയ്യുന്നത്. ഇപ്പൊ എല്ലാവരും മാംഗോ ട്രീ മഞ്ഞ പച്ച. അപ്പൊ നിങ്ങൾ ആര്? നമ്മൾ സ്ട്രോബെറി ബ്ലൂബെറി. നമ്മൾ ചുവപ്പ് ടോയ്ലറ്റിന് ഇത് പിങ്ക് ആണ്, പിങ്ക്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ള, നിങ്ങൾ സൂക്ഷിച്ച് കേൾക്കണം, എന്നാലും നിങ്ങൾക്ക് ഈറ്റിംഗ് ചാലഞ്ചിൽ ഒരു വെറൈറ്റി ഉണ്ട്. അതെന്താണ്? ഞാനും അനിയും കൈകൊണ്ടല്ല കഴിക്കാൻ പോകുന്നത്. ഇവർ രണ്ടുപേരുടെ ഫ്രണ്ടിൽ ഒരു ഫുഡ് ഐറ്റംസ് ഉണ്ടാവും, രണ്ടും സെയിം ആയിരിക്കും. പിന്നെ ഇവർ രണ്ടുപേരെ ആദ്യം ആര് തീറ്റിപ്പിക്കുന്നു അതാണ് സംഭവം. അപ്പൊ ഞാനാണോ അഭിനാണോ ആനിനെയാണോ ഞാൻ അശ്വനാണോ ആദ്യം ആ ഫുഡ് ഐറ്റം കഴിച്ച് തീർപ്പിക്കുന്നത് അവരാണ് ആ റൗണ്ടിൽ. മൊത്തം 3 റൗണ്ട് ഉണ്ട്. അതില് 2 റൗണ്ട് ജയിക്കുന്നവർ വിജയമായിട്ട് നമ്മൾ പ്രഖ്യാപിക്കുന്നു. അപ്പൊ ഈ 3 റൗണ്ടിലും ഇവരെല്ലാരും ഇരിക്കാൻ പോകുന്നത്. ഫസ്റ്റ് റൗണ്ടിൽ ആനി അശ്വന ഇരിക്കുന്നെങ്കിൽ സെക്കൻഡ് റൗണ്ടിൽ ജിതു ആൻഡ് അഭിൻ ഇരിക്കും. തേർഡ് റൗണ്ടിൽ ആനി അശ്വന വീണ്ടും ഇരിക്കുന്നു. കഴിപ്പിക്കൽ അവർ വായിന്ന് ബ്ലഡ് വരണം. ലാസ്റ്റ് മയോണൈസ് കെച്ചപ്പ് ഇങ്ങനെ ഇരിക്കുകയും ചെയ്യണം. അതല്ല, അതെല്ലാം വൃത്തിയാക്കാനായിട്ട് നമുക്ക് ചുവപ്പുണ്ട്, ശരി മാങ്ങാൻ വരെ ഇരിക്കും, എല്ലാം ഉണ്ട്. അതൊന്നും പറയുന്നില്ല. നമുക്ക് ചാലഞ്ചിലോട്ട് പോവാം. ഫസ്റ്റ് ഫുഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്, ലോഡഡ് ഫ്രൈസ്. നമ്മൾ ആനിയുടെ കൈകൾ കെട്ടിയിട്ടുണ്ട്. അതെ കൈകൾ കെട്ടിയിട്ടുണ്ട്. കൈകളുടെ ബാക്കിൽ ബെൽറ്റ് വെച്ചിട്ടുണ്ട്. ഇത് ആദ്യം ആര് തീർക്കുമെന്നാണ് ആനി കൈകൾ പറയട്ടെ. ഫുഡ് ലോഡഡ് ഫ്രൈസ് ആണ്. അത് ഓൾറെഡി 2 റൗണ്ട് പറഞ്ഞായി. വാ നിറഞ്ഞിരിക്കുന്ന ഒരു സന്ദർഭം ഉണ്ടെങ്കിൽ നീ മൂക്ക് വിരിച്ച് മൂക്കിനകത്ത് തുടങ്ങി 2 ഫ്രൈസ് അതിന് മുകളിൽ കൊടുക്കും. നമ്മളിതിൽ ജയിക്കുന്നു. 1 2 3 സ്റ്റാർട്ട്. അടുത്ത റെഡിയായി. അടുത്ത മോൾ അത്ര പ്രശ്നം. അടുത്ത കണ്ണടച്ചിരിക്കാൻ പൂച്ചാണ്ടി വന്ന് തിന്നണം. ഓക്കെ പൂച്ചാണ്ടി തിന്നടി. ഇത്രയും കഴിച്ചില്ലെങ്കിൽ പൂച്ച എടുത്തിട്ട് കൊടുക്കും. ഇത് ജസ്റ്റ് സൈഡായിട്ട് കടിക്കാൻ അടിച്ചോ. 2 രൂപ മേടിച്ചു. ജസ്റ്റ് ഒന്ന് കടിക്കാനായിട്ട് സൈഡിൽ വെച്ചാൽ മതി, ചുമ്മാ ഇങ്ങനെ ടച്ചിങ് സൈഡ്. സൂപ്പർ ഭയങ്കര കളിപ്പാട്ടം ചെയ്ത. അത് അത്ര കഴിച്ചിറക്കും. എത്ര കഴിച്ചിറക്കാം നമുക്ക് സ്ട്രാറ്റജിക് ആയിട്ട് പോവാം. ചിരിക്കാൻ കഴിക്കണേ. സൂപ്പർ മോൾ. ഇവിടെ ചിരിക്കട്ടി ഇവിടെ ചിരിച്ചോണ്ടിരിക്കും. പകുതി സമയം പോണു. അമ്മയുടെ പൊന്നു മോള്. ഇറക്ക് ചവക്കണ്ട, ഇറക്ക് മൊത്തത്തിൽ ഇറക്ക്. ചവക്കേണ്ട ആവശ്യമില്ല. അഷ്ടമോൾ എല്ലാം ഇങ്ങനെ കുടലിലോട്ട് പൊട്ടും. നാളെ ഫ്രൈസ് പോലെ വരണമില്ല. അങ്ങനെ ചോദിക്കണ്ട. ഒരു വാ പറയുന്നത് ഇപ്പൊ തന്നേനെ ജിത്തു ചേച്ചൻ. എടുത്തിട്ട് ഇങ്ങനെ ഒരു പുടി എല്ലാ സൈഡിലും ഇങ്ങനെ 2 പുടി പിടിച്ചിട്ട് ബ്യൂട്ടിഫുൾ നോക്കി. അത് കാണുന്നതിന് ബ്യൂട്ടിഫുൾ ബൺസ് കഴിക്കാൻ തോന്നുന്നു. ഇറക്ക് ചവക്കി ഞാൻ ചവക്കി സഹായിക്കണോ? ചവക്കി സഹായിക്കാം. മോൾ ഇത്രയും കഴിച്ചാ രാത്രി അച്ഛൻ്റെ മുമ്പ് ഐസ്ക്രീം വാങ്ങിച്ചിട്ടുണ്ട്. എന്റെ പൊന്നുമോൾ ഇത്രയും കഴിച്ചാൽ ഉടനെ അടുത്ത ലോഡഡ് ഫ്രൈസ് തരാം. കഴിച്ച പറ്റി നിന്നെ കൊണ്ട് സാധിക്കും. വേണം ബീജം സിംഗപ്പെണ്ണ ഇട്ടുതരാം. വേണോ? സിംഗപ്പെണ്ണേ നീ കഴിക്കടി. അച്ഛന്റെ മോളാരാ? സിംഗപ്പെണ്ണേ ഇത് മുക്കിലെ പെണ്ണ് വെച്ചു. കണ്ടു നല്ലൊരു കേക്ക് തരാമോ കാക്കേ? കാക്ക പറഞ്ഞു ഓക്കേ. അശ്വന്റെ ഭയങ്കര അക്ഷരം വന്നിട്ട് 2 മിനിറ്റ് ആയെന്ന് തോന്നുന്നു കണ്ടിട്ട്. മുരുക പുലി ഇതൊക്കെ ചിരിക്കും. കേട്ടക്കാതെ പോലെ ഇരിക്കും. ഒരു മൂഞ്ച കോമഡി. അതിന് ഇതിന് കരയുന്നത് നിങ്ങളുടെ കൊച്ചു കണ്ണിന്ന് വെള്ളം വരുന്നവരെ അത്ര പ്രശ്നമുള്ളൂ. അത്ര ഉള്ളൂ. ബാർബിയുടെ മുട്ടായി കഴിക്കാൻ. അടുത്ത പിടി എല്ലാ സമയം എടുത്ത് കഴിച്ചിറക്കി. നമുക്ക് ആദ്യം ഫോക്കസ് ചെയ്യണം. പ്രശ്നമോ ഫോക്കസ് ഓൺ കരിയർ.
ലോഡഡ് ഫ്രൈസ്. ഇത് കഴിഞ്ഞാൽ ഉടനെ അടുത്ത സാധനം വരുന്നുണ്ട്. അതുകൂടെ നിങ്ങൾ കഴിച്ചാൽ സൂപ്പർ ആയിരിക്കും. അഷ്ടമോൾ ഈ ഒരു സ്പൂൺ നീ 2 പ്രാവശ്യം കഴിച്ചാൽ നീ ഫുള്ള് വയലുള്ള എല്ലാം കഴിച്ചാൽ വെള്ളം കുടിക്കുന്നതായിട്ട് ഇങ്ങനെ സങ്കല്പിക്കുക അഷ്ടമോൾ. കുടിച്ച് വെള്ളം കുടിച്ച്. സൂപ്പർ സൂപ്പർ സൂപ്പർ. ഈ 2 കറക്കം കൂടി വെച്ചാൽ മതി അഷ്ടമോൾ. 2 റൗണ്ടും ഇങ്ങനെ പോയാൽ സിമ്പിൾ ആയിട്ട് നമുക്ക് തീർക്കാം. അടുത്ത 5 റൗണ്ട് കഴിച്ചില്ലെങ്കിൽ അത്ര കമ്പെടുത്തിട്ട് അഷ്ടമൊക്കെ എന്താണ് വേണം? ഫ്രൈസ് വേണോ ചിക്കൻ വേണോ? ഇപ്പൊ പെട്ടെന്ന് തീരുമാനിക്കും. അങ്ങനത്തെ ഫ്രൈസ് ഒന്നും അതങ്ങനെ പറഞ്ഞില്ല. ഇങ്ങനെ മോളെ ലാസ്റ്റ് അല്ലേ സെർലാക്ക് കുടിക്കുമ്പോൾ കുടിച്ചാൽ മതി, ഈസി ആയിരിക്കും മോളെ. ഇങ്ങനെ കഴിച്ചാൽ വീട്ടുകാർക്ക് ഫാസ്റ്റ് ആയിട്ട് ഇറക്കം ഇഷ്ടം പോലെ. പൊന്നുമണി ആരാ? നിന്റെ വായനൊന്നും ഇറങ്ങിയില്ല ഇഷ്ടം. അത് നീല തിന്നണം. കുഴപ്പമില്ല, എന്റെ അഷ്ടമോക്ക് പറ്റുന്നത്ര കഴിച്ചാൽ മതി. പെട്ടെന്ന് സ്പീഡിൽ ഇറക്കടി. തിരിച്ചു വരുമ്പോ കൊടലൊക്കെ പറഞ്ഞു. ഓക്കെ ഫണ്ണൊക്കെ പിന്നെ അടിക്കാം. ഇങ്ങനെ വെക്കി അണ്ണാക്കിനോട് ചമച്ച് തരാം നേരെ. ഛർദിക്കണം ബ്രോ. അതിനാണ് അഭിനൊക്കെ ഇവിടെ ഉള്ളത്. വാരാനും കോരാനും തുടയ്ക്കാനും. ഞാൻ ബ്രില്യൻ്റ് ആദ്യം ഫ്രൈസ് എല്ലാം തോന്നാലോ അഷ്ടമോൾ. കുറച്ച് ചിക്കൻ കൂടി ഇടയ്ക്ക് വരുന്നുണ്ട്. ഇങ്ങനെ തട്ടിത്തരാം. കഴിഞ്ഞ സാധനം തീർന്നാ എനിക്കിപ്പോ പെയിന്റ് ഒന്നുകൂടെ അടിക്കേണ്ടി വരുമല്ലോ. ബ്രഷ് നമുക്ക് പെയിന്റ് അടിക്കാൻ സമയമായി. ചാക്കി നിൽക്കണ്ട, ഇറക്ക്. നല്ല നല്ല ചിന്തകൾ ആലോചിക്കും മനസ്സിൽ. രാവിലെ പോകുന്നത്, പ്രഭാത മറ്റേ ഇത് സൂര്യൻ ഉദിച്ചു വരുന്നത്, ബീച്ച് വൈബ്സ്, ബീച്ചിൽ ആൾക്കാരിയ്ക്കുന്നു, രാവിലെ കാറ്റ് കൊള്ളാതിരിക്കുന്നു, കാക്കകൾ പറക്കുന്നു, കൊത്തുന്നു ഓരോന്നായിട്ട്. വെള്ളം കൊടുത്തില്ല. അഭിക്ഷേട്ടൻ കെയറിങ് തന്നെ. അത് കമന്റ് ചെയ്യാനല്ലോ നിനക്ക്. ഇത് തീർന്നില്ല ഇതുവരെ. സങ്കടം പിന്നെ എനിക്ക് ഓർമ്മ വരുന്നു. കുഴപ്പമില്ല, അഷ്ടമോൾ പറ്റുന്നത്ര ട്രൈ ചെയ്തു. നോ സീൻ. എനിക്ക് ഒന്നാമത്തെ റൗണ്ട് കളി നിർത്തുന്നു. ഒന്നാമത്തെ റൗണ്ട് ആനിമോൾ വിജയിച്ചിരിക്കുന്നു. അഷ്ടമോൾ നീ ശ്രമിച്ചിട്ടുണ്ട്. പിടിച്ചു നിന്ന് ആദ്യമായിട്ട് ഞാൻ ഫുഡ് കഴിച്ച് കരയണു. എന്നാ വരെ ഫുഡ് കഴിച്ചിട്ട് കരഞ്ഞിട്ടില്ല. പൊരുത്തി അടുത്തൊരെത്തി അഷ്ണ. ലോഡഡ് ഫ്രൈസ് ഇല്ലേ, ഇങ്ങനെ കഴിക്കാൻ കൊള്ളത്തില്ല, ആസ്വദിച്ച് കഴിക്കാനേ കൊള്ളത്തുള്ളൂ. അഷ്ടയ്ക്ക് ഛർദ്ദിക്കണം. സോറി, ഛർദ്ദിക്കാൻ വരുന്നില്ല. ഒരിക്കലും വരുന്നില്ല. വരുന്നേ ഇല്ല. ഒരു തുണ്ട് പോലും വരുന്നില്ല. ഒരു അംശം പോലും, ഒരു പീസ് പോലും ഉള്ളിട്ട് വരുന്നില്ല. അങ്ങനെ നമ്മൾ രണ്ടാമത്തെ റൗണ്ടിലോട്ട് വന്നേക്കാണ്. ഞാൻ ആശ്രയിച്ചിട്ട് ഇവരെയാണ് തെറ്റിപ്പിക്കാൻ പോകുന്നത്. അതെ, അടുത്ത ഇനി ഒരു റൗണ്ട് ഉണ്ട്. അതിൽ ഞങ്ങൾ ഇവരെ വീണ്ടും തെറ്റിപ്പിക്കുന്നത്. അത് നിങ്ങൾ മനസ്സിൽ വെച്ചിട്ട് വേണം തെറ്റിപ്പിക്കാൻ വേണ്ടി. ഓക്കെ, റെഡി? ശരിയാണല്ലേ, ഇവർ 2 റൗണ്ട്. അതെ, ഇല്ല കുഴപ്പമില്ല. ഇപ്പൊ നിങ്ങൾ ഒരു റൗണ്ട് ഉള്ളൂ. നമ്മൾ ജിത്തചാര അഭിനയം കൊടുത്തിരിക്കുന്ന ഫുഡ് ഐറ്റം ബർഗർ. അപ്പൊ തുടങ്ങിയാലോ? നമ്മൾ കഴിഞ്ഞ നമ്മൾ ജയിച്ചില്ല. നമ്മൾ ഇതിൽ ജയിക്കണം ജിത്തചാ. നീ ജയിക്കാതെ ഞാൻ ജയിക്കും. ഞാൻ ജയിച്ചാണ്, നീ ജയിച്ച് ഇവിടെ കാണിച്ചില്ലെങ്കിൽ അഭി നമ്മൾ ഇരുന്നിട്ട് റെഡി. റെഡി. 3, 2, 1. പയ്യെ കടിച്ചാടി. ചക്കരമായി പയ്യെ തിന്നാടി. വെജിറ്റബിൾ എല്ലാം ആദ്യമേ കഴിയും. എടുത്ത് മാറ്റണം മോനെ. അതെങ്ങനെയായിരുന്നു? അച്ഛനായിരുന്നു. അമ്മ വരുത്തരാടാ മോന്, ചക്കര മോന്. ഇല്ല അച്ഛാ, നേരത്തെ എക്സ്പീരിയൻസ് ആയതുകൊണ്ടല്ലേ എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. പയ്യെ കഴിച്ചാൽ വീട്ടിൽ നിന്ന് കപ്പയും ചോറെല്ലാം കഴിച്ചിട്ടൊന്നും ഇപ്പൊ മന്തി കഴിച്ചിട്ടാണ് ഞങ്ങളെല്ലാം ഇവിടെ നിൽക്കുന്നത്. കഴിഞ്ഞു. നമുക്കിനി ഒരു ഭാഗം കൂടി ജിത്തുചാ. ഇനി ഒരു ഭാഗം കൂടി. അമ്മ അഭി അത് ജയിക്കാറാ.
വായിലോട്ട് നല്ല ചവച്ചിറക്ക്. അവരെ റൗണ്ട് എന്ത് സ്ലോ ആയിട്ടുണ്ട്, ഇത് ഫാസ്റ്റ് പോകണം കേട്ടോ ഈ റൗണ്ട്. ഇപ്പൊ തീനായി പാതി ഇത് പൊടി സാധനം. തിന്നായ പാദ്യമേ നിങ്ങളല്ല ബർഗർ ഇരിക്കുന്നത്. നീ അവര് ബന്ന് മാത്രമാ കൊടുക്കുന്നത്. പയ്യിറക്കിയാൽ മതി വെച്ചാൽ നമുക്ക് ഇഷ്ടംപോലെ സമയമുണ്ട്. അവൻ തോൽക്കാൻ റെഡിയായിരുന്നു നമുക്ക്. ഫസ്റ്റ് ഹാഫ് അതെന്താ നാളെ ഇതാ തരാൻ. നിനക്കറിയാം അവർ ജയിക്കുന്നു, എന്നിട്ട് പയ്യത്താ നീ പാലി കിടക്കണേ തിന്ന. നീ തോറ്റല്ല മിണ്ടായി. ഞങ്ങൾ ടിവി വട്ട് ജയിക്കപ്പെടാ. ഇപ്പൊ ജയിക്കപ്പെടാ. തിന്നിട്ട് പോയാൽ മഴക്കല്ല മലക്കറി പച്ചക്കറി വെജിറ്റബിൾസ് എന്നാണ് അർത്ഥം. ബർഗറിനകത്ത് ഫുള്ള് ഇപ്പൊ നമ്മള് മൂന്നായിട്ട് തിരിക്കണം. ആദ്യം എന്നിട്ട് ബണ്ണ് മാത്രം ബണ്ണ് കുറച്ച് മലക്കറി നല്ല മോനം തോന്നുന്നു. പറഞ്ഞൊക്കെ അനുസരിച്ച് കണ്ടെടുത്തത് ചെറുപ്പം മുതൽ അങ്ങനെയായിരുന്നു എന്നാണ് അമ്മ പറഞ്ഞു കേട്ടുള്ളത്. ജിത്തു സാർ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ജിത്തു സാർ നേരത്തെ എനിക്ക് ചവയ്ക്കാൻ ഹെൽപ്പ് ചെയ്ത് എങ്ങനെയാന്ന് പറയട്ടാ. എല്ലാവരും അപ്പൊ സിംഗപ്പനെ പോലെ ജിത്തു ചേച്ച മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. സിംഗപ്പയ്യനെ പോലെ സിംഗം ചിക്കൻ ബൻ മാറ്റ് ഏതോ അഴുക്ക ബന്നത് എന്റെ വയലല്ലേ പോയത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. സാഹസികമായി തോറ്റിരിക്കുന്നു. ടബേന്ന് 4-5 കടിയിൽ ബർഗർ ഫിനിഷ്. എന്തുകൊണ്ടാണ് വിഷമല്ല എന്റെ അശ്വിനെ ഈ റൗണ്ടിൽ ജയിക്കാൻ. അടുത്ത റൗണ്ട് എന്താ നോക്കിയത് കൺഫേം. അടുത്ത റൗണ്ടിൽ നമ്മൾ ജയിച്ചു. എന്തായാലും ഞങ്ങൾ അശ്വിനമൊക്കെ വേണ്ടി ഈ ജയം ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നു. കാരണം ഞങ്ങൾ അടുത്ത റൗണ്ടിൽ ഞാൻ ജയിക്കും. ഓക്കെ, അടുത്ത റൗണ്ടിൽ നമുക്ക് കുറച്ച് സാധനം വെച്ചെടുക്കാം. നിങ്ങൾ ആര് ഫിനിഷ് ചെയ്ത് നോക്കാം. ഒരു കഴിക്കേണ്ട ലെവലിൽ വെച്ചെടുക്കാം. നമ്മൾ മൂന്നാമത്തെ റൗണ്ടിൽ എത്തിയിട്ടുണ്ട്. കുറച്ച് ഈസി ആക്കി നമ്മൾ കുറച്ച് മോമോസ് വെച്ചിട്ടുണ്ട്. 5 മോമോസ്. ഇവർ ഉദ്ദേശിച്ചത് സ്റ്റീംഡ് മോമോസ് ആണെങ്കിലും കുറച്ച് ഫ്രൈഡ് മോമോസ് ആയതുകൊണ്ട് പറയാനുള്ളത് ഇതിൽ പറയുന്ന സമയത്ത് അശ്നമോൾ പറയുന്ന സ്പേസിൽ നമ്മൾ പോകും. അതാണ് നമ്മുടെ ഒരു ടീമിന്റെ പോളിസി. അശ്നമോളുടെ പോളിസി. അശ്ന പറയുമ്പോ വരുന്നു, കഴിക്കുന്നു, ഇറക്കുന്നു. ഈസി. ഒന്ന് സൗണ്ട് കഴിക്കുമോളെ കഴിക്കും. ഇറക്കട്ടെ. വേണമെങ്കിൽ കമ്പനിക്ക് അച്ഛത്തിന് ചമയ്ക്കാം. ചിരിക്കാൻ സമയം അവിടെ മൂന്നാമത്തെ ഇവിടെ ഒരു തട്ടിലുണ്ട്. നിറയെ കഴിച്ചു കഴിയുമ്പില്ലേ കഴുത്തിന് മുകളിൽ ആരും മതിൽ കെട്ടിയ ഫീൽ അടിക്കും. ഏത് മതിൽ കെട്ടി? കോൺക്രീറ്റ്. അപ്പൊ ആരായാലും ഇങ്ങനെ വെള്ളം ഇങ്ങനെ പോസിറ്റ് വെള്ളം കൗണ്ടർ അടിക്കാനുള്ള ഒരു ഇതാണ്. ഫ്രഷ് ജ്യൂസ് ആണ് സ്പ്രൈറ്റ്. ഫ്രഷ് ജ്യൂസ് സ്പ്രൈറ്റിന്റെ കുടിക്കുമ്പോ അത് ഇങ്ങനെ കോൺക്രീറ്റ് ഇങ്ങനെ അടിച്ച് ഡബിൾ ശക്തി ടോയ്ലറ്റിന്റെ പവർ കാണിച്ചു കൊടുക്കാൻ. ചുവപ്പ് ഡേഞ്ചറിനാണ്. ഡേഞ്ചർ വരെ നമ്മൾ കഴിക്കുന്നുള്ളൂ. പറ്റും സാധിക്കും. ഉണ്ണാലെ മുടിയാതെ അനുമോൾ ഇറക്കാം. അനുമോൾ റിസ്ക് ആണേ വേണം. തുപ്പിക്ക് നമ്മൾ പയ്യെ ഇറക്കിയത് സാധിക്കും. ഒരെണ്ണം കൂടി കഴിച്ചാൽ ഇനി ഒരെണ്ണം കൂടി ഉണ്ടാവും. പിള്ളേരെ കാണുമ്പോ സങ്കടം വരുന്ന കേട്ടാ. ഇത്രയും കഷ്ടപ്പെട്ട് കഴിക്കുന്നു. ഞങ്ങള് ഫസ്റ്റ് കഴിക്കണമായിരുന്നല്ലേ. പക്ഷെ ഇവര് ലോഡഡ് ഫ്രൈസ് കണ്ട ആക്രമണത്തില് ഞങ്ങൾക്ക് ലോഡഡ് ഫ്രൈസ് മതി. ലോഡഡ് ഫ്രൈസ് അങ്ങനെ കയറി ഇരുന്നാണ്. ഞങ്ങൾക്ക് മോമോസ് ലോഡഡ് ഫ്രൈസ് മതി എന്ന് പറഞ്ഞു. അങ്ങനെ സമാധാനം. ഞാൻ കുറിച്ച് വലുത്താ വന്നു. ഇതുണ്ടല്ലോ ഇനി വന്നൂടി. ഈസി ആയിട്ട് പോവില്ല. കഴിഞ്ഞ അങ്ങനെ ഞങ്ങൾ ടീം മാങ്ങാമരം ജയിച്ചേ.
ഞങ്ങൾ അവസാനം എത്രത്തോളം വൃത്തിയാക്കാനും പോവാത്ത ആ .1 കീടാണുമാണ് അശ്വിനിയുടെ വായിക്കാത്ത ഇപ്പോൾ ഉള്ളത്. സോറി മോളെ, അതാണ് അവസാനം വരെ നിലനിൽക്കുന്ന കീട. 99.9% തിന്നിട്ടുണ്ട്. ബാക്കിയല്ല, അതാണ് ഞങ്ങളുടെ ടീമിന്റെ ഒരു ട്രേഡ് മാർക്ക് എന്ന് പറയുന്നത്. ടോയ്ലറ്റ് പേപ്പർ എന്തിനാണ്? ചുവപ്പിനായി. ഇനി ഇതിങ്ങോട്ട് വായിക്കാതിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്താൽ മതി. ഫ്ലഷ് ആയി. ജിത്തോച്ചാനെ വിളിച്ചിട്ട് വന്നാൽ മതി, ഞങ്ങളുടെ ബാത്റൂം ക്ലീൻ ചെയ്യണം. നിങ്ങൾ പ്രത്യേകം കാണുന്ന ഒരു സംഭവമുണ്ട്. ഈ മഴക്കാലത്തും മാങ്ങാ മരങ്ങളും ചെടികളും പഴുത്ത ഒരു മാങ്ങയും ഞങ്ങളുടെ പ്രൈം ടൈമാണ് ഞങ്ങൾ ജയിച്ചത്. അഴുകിയ ഒരു മാങ്ങ. 99. സുരേഷ് മോളെ അറിയാൻ തെറ്റുന്നതാണ് ആ കൗണ്ടർ. അതൊക്കെ പിടിച്ചവര്. അപ്പൊ മൊത്തം 3 റൗണ്ട് ഉണ്ടായിരുന്നെങ്കിൽ 2 റൗണ്ട് ആനിമോൾ ജയിച്ചിട്ടുണ്ട്. ആനിമോൾ ജയിച്ചിട്ടുണ്ട്. 2 റൗണ്ട് ആനിമോൾ ജയിച്ചിട്ടുണ്ട്. 1 റൗണ്ട് അഷ്ടകുടി ജയിച്ചിട്ടുണ്ട്. നമുക്കതില് സങ്കടമൊന്നുമില്ല. ആര് ജയിച്ചാലും നമ്മളെല്ലാം ഒരു നമ്മളെല്ലാം ഒന്നാണ്. കുടുംബ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലായിരിക്കും നമ്മൾ വീഡിയോസ് ഇടുന്നത്. നമ്മള് ന്യൂസ് റിപ്പോർട്ടർ ആയില്ലായിരുന്നു. എന്താണ് സുരേഷ് അവിടെ നടക്കുന്നത്? പറയൂ അനീഷ്, എന്താണ് അവിടെ ക്യാമറ ആക്രമിക്കുന്നതാണ് ഞാൻ അറിഞ്ഞത്. കരടി ആക്രമിക്കുമ്പോ കുട കൊണ്ട് റിസൾട്ട് എന്ന് പറയുന്നത് അശ്ന 1 ആനി 2 ഈറ്റിംഗ് ചാലഞ്ചിൽ ആനി ആൻഡ് അബിൻ 2, അശ്ന ആൻഡ് ജിത്തു 1. നമ്പർ 1 നമ്പർ 1 ബാത്റൂമിന്. അയ്യോ ആന്വേഷണ പിരി. ഈ വീട് താഴെ വീടിൽ തോട്ടമുള്ളവർ പറയാ 2 മാങ്ങ മരം നടക്കാൻ. ഞാൻ പോണ പുല്ല്. അപ്പൊ ഈ വീഡിയോ ഇത്ര തന്നെ ഉണ്ട്. എനിക്ക് കുറച്ച് വെള്ളം ഇവിടെ ഇത്രേ ഉള്ളൂ. ഇവിടെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്